പിന്നീട് ഉടമ്പടിയുടെ വലിയ ദൈവിക പദ്ധതിയുടെ വാഗ്ദാനങ്ങൾ വെളിപ്പെടുത്തുന്നതിൽ ദൈവം ഉപകരണമാക്കണത്. നമുക്ക് ജോഷുവയുടെ 24-ാം അധ്യായം വായിച്ചിട്ട് ഈ ശുശ്രൂഷ അവസാനിപ്പിക്കാം. 24:13 വായിച്ച് വാഗ്ദാനത്തെക്കുറിച്ച് പറയണതാ. ജോഷുവ 24:13 നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും പറഞ്ഞേ നിങ്ങൾ അധ്വാനിക്കാത്ത ഭൂമിയും നിങ്ങൾ പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. നിങ്ങൾ ഇന്നിവിടെ വസിക്കുന്നു. നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടത്തിന്റെയും ഒലിവ് തോട്ടത്തിന്റെയും ഫലം നിങ്ങൾ അനുഭവിക്കുന്നു. ഇത് കണ്ടല്ലേ? അതായത് ഉടമ്പടിയുടെ ഒരു വാഗ്ദാനം ഒന്നാണ്. എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാണ് നിങ്ങൾ നട്ടുവളർത്താത്ത മുന്തിരിത്തോട്ടവും പണിയാത്ത പട്ടണങ്ങളും നിങ്ങൾക്ക് ഞാൻ തന്നു. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഒരു സാക്ഷി ഉണ്ടായി. സാക്ഷി ഇതാണ്. ഇവൾ മലയാളം മീഡിയമാണ്. ഇവളുടെ ഭർത്താവ് കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇവളുടെ ഭർത്താവ് ഇവള് പറഞ്ഞു, നീ എൻ്റെ കൂടെ പോരെ, നമുക്കവിടെ വല്ല ജോലിയും കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴേ ഇവൾ പറഞ്ഞു, അത് പറ്റത്തില്ല, കാര്യം ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ നല്ല സാക്ഷിയാണ്, കേൾക്കണം. ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല. എന്താ കാര്യം? ഞാൻ മലയാളമല്ലേ, മലയാളം MA ആണ്. അപ്പോൾ മലയാളം MA ആയത് കാരണം ഞാൻ എവിടെയെങ്കിലും വല്ല ടീച്ചിങ് പോസ്റ്റോ വല്ലതൊക്കെ അന്വേഷിച്ചാണ് ജീവിക്കാനാണ്. ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞായിരുന്നല്ല. അപ്പോൾ ഇവർ പറഞ്ഞ് ഞാനങ്ങനെ ചിന്തിച്ചിട്ടില്ല, ആലോചിച്ചിട്ട് പോലുമില്ല. എനിക്ക് ആലോചിക്കാതെ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അർഹതയില്ലാത്ത കൊണ്ടാണ്. അതാ സംഭവം. അവൾക്ക് പോകാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, അവൾക്ക് ഭർത്താവിനോട് പോയി ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ അർഹതയില്ല. മലയാളം MA ആണ്, അതുകൊണ്ട് അവൾ പോകത്തില്ല എന്ന് പറഞ്ഞ്. ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നീ IELTS എഴുതിടി എന്ന് പറഞ്ഞു. അപ്പോൾ IELTS ഞാൻ എങ്ങനെ എഴുതും, എനിക്കതിനെക്കുറിച്ച് ഒരു പിടിപാടും ഇല്ലെന്ന് പറഞ്ഞു. ഞാനത് എൻ്റെ ഫോണറ്റിക്സ് മോശമാണ്, ഫിലോളജി മോശമാണ്, റൈറ്റിങ്സ് മോശമാണ്, എനിക്ക് പറ്റത്തില്ലെന്ന് ഇവിളിങ്ങനെ മാറുകയാണ്. അപ്പോൾ ഒരു ദിവസം സ്വന്തമായിട്ട് ഇച്ഛാശക്തി ഉണ്ടായി, പേടിയെല്ലാം മാറി, ഭയമെല്ലാം മാറി, ഉത്കണ്ഠ മാറി. എന്നാൽ IELTS എഴുതാം, ഒരു 5-6 പ്രാവശ്യം എഴുതുമ്പോൾ ചിലപ്പോൾ കിട്ടുമായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് എഴുതാൻ തുടങ്ങി. തുടങ്ങുമ്പോൾ തന്നെ ഭർത്താവും ഭാര്യയും കൂടി ഒരുമിച്ച് വന്ന് ഉടമ്പടി എടുത്ത് ഇവിടെ അങ്ങോട്ട് പോയപ്പോൾ തന്നെ ആലപ്പുഴ എത്തിയെന്ന് തോന്നുന്നു. അവിടെ എത്തി തന്നെ കൂട്ടുകാരൻ വിളിച്ചു, നിനക്കൊരു ജോലി ഇവിടെ റെഡിയായിട്ടുണ്ട് എന്ന് പറഞ്ഞ്. പക്ഷേ അങ്ങനെ വന്നപ്പോൾ അയാൾ വൈഫിനെ കുറിച്ച് സംസാരിച്ചു. അപ്പോൾ പെട്ടെന്ന് മനസ്സിലായത് മാതാവ് ഈ വിഷയം ഏറ്റെടുത്ത് അവൾക്ക് മനസ്സിലായി. അപ്പം അങ്ങനെ അവൾ പോയി IELTS എഴുതുകയും ഒറ്റയടിക്കത് പാസ്സായി. പ്രൈസ് ദി ലോർഡ്. അതായത് ഓരോ മനുഷ്യർക്കും എന്തുമാത്രം കഷ്ടപ്പെടും. ഇംഗ്ലീഷ് തന്നെ കൃത്യമായിട്ട് കുഞ്ഞുനാൾ പോലും പഠിച്ചിട്ട് ആൾക്കാർക്ക് പോലും ചിലപ്പോൾ IELTS ഭയങ്കര പാടായിട്ട് വരും. അതായത് നിങ്ങൾ ഈ ഉടമ്പടിയിലൂടെ പ്രൊവിഷനാണത്. ഇത് ജോഷുവയിലൂടെയാണ് പറയണത്. നിങ്ങൾ പഠിക്കാത്ത വിഷയങ്ങൾ ഞാൻ നിന്നെ പഠിപ്പിക്കും. അതല്ലേ സംഭവം, അതല്ലേ 24:13. നിങ്ങൾ അധ്വാനിക്കാത്ത മുന്തിരിത്തോട്ടം ഞാൻ നിങ്ങൾക്ക് നൽകും, നിങ്ങൾ പണിയാത്ത പട്ടണങ്ങൾ ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ പഠിക്കാത്ത ഭാഷ, ചെയ്യാത്ത ജോലി. കർത്താവിനെ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ജോഷുവയോടാണ് ദൈവം ഉടമ്പടിയുടെ നിബന്ധനകളെക്കുറിച്ച് പറയണത്. മോസസിനേക്കാളും ഷാർപ്പായിട്ട് ഉടമ്പടിയുടെ നിബന്ധനകൾ പറയണത് അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള നിബന്ധനകൾ, പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത്. ഒരു വാഗ്ദാനം പ്രാപിക്കാൻ ആവശ്യമായ പ്രാക്ടിക്കൽ റെഗുലേഷൻസ്, അതായത് പ്രായോഗിക ചട്ടങ്ങൾ, നടപടിക്രമങ്ങൾ ദൈവം പറയണത് ആരോടാണ്?
മോസസ് വിട്ടുപോന്നാലും വിട്ടുപോരാതെ കൂടാരത്തിൽ ഇരുന്ന നൂനിൻ്റെ മകൻ ജോഷുവയോടാണ്. അവൻ ആ പ്രാക്ടിക്കൽ റെഗുലേഷൻസ് നൽകണത് ജോഷുവ 24:14. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ജോഷുവ 24:14. ശ്രദ്ധിക്കട്ടെ. ആകയാൽ കർത്താവിനെ ഭയപ്പെടുകയും ആത്മാർത്ഥതയോടും വിശ്വസ്തയോടും കൂടെ അവിടുത്തെ സേവിക്കുകയും ചെയ്യുവിൻ. രണ്ട് കാര്യം വേണം. എന്താ വേണ്ടത്? ദൈവഭയം ഉണ്ടാണ്, ഓക്കെ. പക്ഷെ രണ്ട് കാര്യം വേണം. എന്താണ്? ആത്മാർത്ഥത. രണ്ടാമത്തെ എന്താണ്? വിശ്വസ്തത. ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാനിവിടെ ഒരാഴ്ച ഇല്ലായിരുന്നു. ഇവിടെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് ജനറൽ മാനേജറും അച്ഛനും കൂടി മറ്റുള്ള നമ്മുടെ സ്റ്റാഫ് എല്ലാം കൂടി ഒരു കംപ്ലൈൻറ്റ് ഞാൻ മാത്രമേ കേട്ടില്ല. എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് കേൾക്കണമല്ല. ഞാൻ ഉള്ളപ്പോൾ തന്നെ 10 കംപ്ലൈൻറ്റ് കേൾക്കണമാണ് ദിവസവും. ഒറ്റ കംപ്ലൈൻറ്റ് പോലും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. എന്താ കാര്യം? ഞാൻ ഇല്ലാത്ത സമയത്ത് ഞാൻ ഉള്ളതുപോലെ തന്നെ ആത്മാർത്ഥമായിട്ട് ഇവിടെയുള്ള പ്രവർത്തകർ കൃപാസനത്തിൻ്റെ ശുശ്രൂഷകളെ ഏറ്റെടുത്തതാണ്. ഇതിനാണ് ഈ ആത്മാർത്ഥത. അതായത് ആബ്സെൻസിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതാണ് ആത്മാർത്ഥത അളക്കണത്. ആത്മാർത്ഥത അതായത് ആബ്സെൻസ് എന്നുവെച്ചാൽ നമ്മളില്ലാത്ത അവസ്ഥയിൽ എന്ത് സംഭവിക്കുന്നു. ഇപ്പോൾ ദൈവത്തിന് ഇല്ലാത്ത അവസ്ഥ നമുക്ക് തോന്നും. ഇപ്പോൾ വിമാനമൊക്കെ പറക്കുമ്പോൾ പെട്ടെന്ന് ആ സാധനം ബുക്ക് താഴെ തന്നെ കാണാം, പിന്നെ നേരെ പോകും. എന്താണ്? അത്ര എയർ പോക്കറ്റാണ് അവിടെ. അത്രയും സ്ഥലത്ത് എയർ ഇല്ല. എയർ ഇല്ലാത്ത കാരണം ഇപ്പോൾ ഞങ്ങളുടെ പറന്ന് എന്ന് വെച്ചാൽ ടേന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ബെൽറ്റൊക്കെ ഇടാൻ അവർ നമ്മളോട് പറയും. അത് നേരത്തെ അവർക്ക് എയർ പോക്കറ്റൊക്കെ അറിയാം അവർക്ക്. ബെൽറ്റൊക്കെ ഇടാന്ന് പറഞ്ഞാൽ നമ്മൾ ബെൽറ്റൊക്കെ ഇട്ട് തന്നെ ഇരിക്കണതാണ്. പക്ഷെ അതുപോലെ ജീവിതത്തിൽ എയർ പോക്കറ്റുണ്ട്. ചില സമയത്ത് ദൈവത്തെ ഒന്നും ഫീൽ ചെയ്യാത്ത ഭയങ്കര ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകണില്ലല്ല. ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥ. ഈ ദൈവത്തെ ഫീൽ ചെയ്യാത്ത അവസ്ഥയാണ് എയർ പോക്കറ്റ്. ഇവിടെയാണ് മനുഷ്യൻ തനി നിറം കാണിക്കുന്നത്. ഇപ്പം നിങ്ങൾ കാണിക്കുന്ന പെയിൻറ്റഡ് രൂപമാണ്. ഇങ്ങനെ ഉടമ്പടിയിൽ പോകുമ്പോൾ എല്ലാം കൃത്യമായിട്ടൊക്കെ ചെയ്തൊക്കെ പോണത് ഒരു പെയിൻറ്റഡ് രൂപമാണ്. നിങ്ങളുടെ തനിനിറമല്ല. തനിനിറം കാണിക്കണമെങ്കിൽ ദൈവം മാറി നിൽക്കണം. ജീവിതത്തിൽ ദൈവം മാറി നിൽക്കുന്ന കുറേ സമയങ്ങൾ എപ്പോഴും ഉണ്ടാകും. ഒരു പിടിയും തരാതെ ദൈവം മാറി നിൽക്കും. ദൈവം ഇല്ലാത്തതുപോലെ. ഞാൻ കൊച്ചുരസ്യയുടെ ചരിത്രം വായിച്ചപ്പോൾ കൊച്ചുരസ്യ പറഞ്ഞൊരു കഥ ഞാൻ എപ്പോഴും ഓർക്കും. ഞാൻ ഈശോ എന്നെ കൈ പിടിച്ച് നടത്തും. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കുഞ്ഞാവൽ നീട്ടി തന്നിട്ട് കുഞ്ഞായ എന്നെ ഇങ്ങനെ കുഞ്ഞാവൽ തൂക്കി നടത്തിയിട്ട് പെട്ടെന്ന് കൈ ഇങ്ങനെ വലിച്ചു കളയും. അപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നടന്നു പോകുമ്പോൾ ഈശോ പാത്തു നിന്ന് എന്നെ നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്ക് നടക്കുന്നുണ്ടോ എന്ന്. എനിക്ക് ഭയങ്കര ഹൃദയസ്പർശമായിട്ട് തോന്നിയ സംഭവമാണ്. അത് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ വരേണ്ടതാണ്. നമ്മൾ തനിയെ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. നമ്മുടെ അമ്മമാരെപ്പോഴും നമുക്ക് 50 വയസ്സാകുമ്പോഴും കയ്യെ പിടിച്ച് നടത്തുക ഇല്ല. നമ്മൾ വിശ്വാസം തനിയെ നടക്കണം. അതുകൊണ്ട് ദൈവം ഇങ്ങനെ മാറി ആബ്സെൻസ് ഓഫ് ഗോഡ് എപ്പോഴും ഉണ്ടാകും. ആബ്സെൻസ് ഓഫ് ഗോഡ്, ദൈവം ഇല്ലെന്ന് നമുക്ക് തോന്നണ കുറേ സമയങ്ങൾ. അതാണ് ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ വിജയം. ഈ ദൈവം ഇല്ലെന്ന് തോന്നണ സമയം. കാര്യം നമ്മുടെ വിഷയങ്ങൾ, രോഗങ്ങൾ, അതേസമയം നമ്മൾ നോക്കാൻ ആരുമില്ല, അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ആരുമില്ല, നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല. നമ്മളെ മനസ്സിലാക്കുന്നവരെ എതിരെ മനസ്സിലാക്കും. നമ്മളെങ്ങനെ മനസ്സിലാക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ അതിന് ഓപ്പോസിറ്റായിട്ട് നമ്മളെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവം ഇല്ലെന്ന് തോന്നിപ്പോണത്. മനസ്സിലായില്ലേ? ഇതൊക്കെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും കാലാവസ്ഥ ഭേദങ്ങളാണ്. ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറഞ്ഞ സംഭവം ആധ്യാത്മിക ജീവിതത്തിലെ ഒരു പ്രതിഭാസമാണ്. ക്ലൈമറ്റ് ചേഞ്ച്. അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ഉള്ളത് കൊണ്ടാണ് ശാന്തമാകുക, വെകിളി കാണിക്കരുത്, വെബ്രാളം കാണിക്കരുതെന്ന് ദൈവം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ക്ലൈമറ്റ് ചേഞ്ച് കാലത്ത് ശാന്തമാകണപ്പെട്ടത്. ഇങ്ങനെ ഒരു ദൈവത്തെ പിടികിട്ടാതെ ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ പെട്ടെന്ന് ദേവാലയം വിട്ടുപോകാതിരിക്കണം. ദേവാലയം വിട്ടുപോകാതെ ദൈവത്തിൻ്റെ കൂടെ തന്നെ ഇരിക്കണം. ദൈവം ഈശോയുടെ ഏറ്റവും ഗംഭീര വിജയം. ഞാൻ ഇന്ന് കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കർത്താവിനോടൊരു കാര്യം പറഞ്ഞു. ഞാൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടി എഴുതിയിടാൻ വേണ്ടി പോയപ്പോൾ സ്വർഗ്ഗസ്ഥനായ പിതാവിവിടെ പ്രാർത്ഥിച്ച് തീർന്നു. ഞാൻ എന്താ എഴുതിയിട്ടെന്നറിയാവോ? അതായത് കർത്താവ് അവസാനം പറഞ്ഞില്ലേ, ഏലോയ് ലാമ സബക്താനി എന്ന് പറയുമ്പോൾ താഴെ നിൽക്കുന്നവന്മാർ കിങ്കരന്മാരെന്താ പറയണത്? ഏലിയാനെ വിളിക്കണേ, വെള്ളം കൊടുത്തേക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ
അവരുടെ ഈശോ പറയണ കാര്യങ്ങളൊന്നും അവർക്ക് മനസ്സിലാവണില്ല. ദൈവവചനങ്ങളൊന്നും അവർക്ക് മനസ്സിലാകണില്ല. ദൈവവചനം അറിയാൻ പാലാത്ത പേക്രാണികളുടെ ഇടക്ക് നിന്നുകൊണ്ട് മരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ മരണമുണ്ടാകും. യേശുവിൻ്റെ മരണത്തിൻ്റെ പീഡാനുഭവത്തിൻ്റെ അവസാനത്തെ ഘട്ടമെന്നൊക്കെ പറയണത് വല്ലാത്തൊരു ഘട്ടമാണ്. വിശ്വാസമില്ലാത്ത ജനത്തിൻ്റെ നടുക്ക് നിന്ന് മരിക്കുക എന്നുള്ളത്. അവിടെ അമ്മ മാത്രമേ ഉള്ളൂ യേശുവിനെ. വിശ്വാസമില്ലാത്ത ഇടത്ത് നിന്നുകൊണ്ട് തൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിതാവിൻ്റെ ഇടയ്ക്ക് പോകുമ്പോൾ തൻ്റെ ദൗത്യം പൂർത്തിയാക്കി ആ വിശ്വാസമില്ലാത്ത ജനങ്ങളുടെ മുമ്പിൽ നിൽക്കുന്ന മറ്റൊരാളാണ് മാതൃക. ഇതാ നിൻ്റെ അമ്മ. കൈയടിച്ച് കർത്താവേ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ മാതൃകയാക്കി തന്നതിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ, എന്തു നല്ലമ്മ എന്നുടെ അമ്മ, എനിക്കും ഈശോയ്ക്കും ഒരേ അമ്മ. പ്രൈസ് ദി ലോർഡ്. അത് കഴിഞ്ഞിട്ട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പിതാവേ, അവർ ചെയ്യുന്നത് എന്താണെന്ന് അവരറിയുന്നില്ല, അവരോട് ക്ഷമിക്കണമേ. അപ്പോൾ ഇത് നമ്മളെയൊക്കെ ഇപ്പം ഇത്രയും നാളൊക്കെ പറഞ്ഞിരിക്കുന്നത് മുഴുവനും എന്താ പറഞ്ഞിരിക്കണത്? ഈശോയുടെ ക്ഷമയുടെ ഒരു പരിഹാരം, ഒരു മാതൃകയായിട്ടാണ് പറയണത്. ഇതൊന്നുമല്ല കേസെന്നായി ഇന്ന് പറഞ്ഞത് ഈശോ കുർബാനയുടെ സമയത്ത് പറഞ്ഞത്. അതൊന്നുമല്ല കാര്യം. ക്ഷമിക്കാൻ ആർക്കും കഴിയും, അതല്ല പ്രശ്നം. അതായത് അണ്ടർസ്റ്റാൻഡിങ് ലവ്. അതായത് ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ് ലവ് ആണെന്നാണ് പറയണത്. അത് മനസ്സിലാക്കുന്ന സ്നേഹം. നമ്മളെ വെറുക്കുന്നവരെ മനസ്സിലാക്കുന്നൊരു സ്നേഹമുണ്ട്. ജീസസ് ഇങ്ങനെ വളർന്ന് ദൈവസ്നേഹത്തിൻ്റെ അവസാന തന്മാത്രകൾ നമ്മൾ കാണുകയാണ്. ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ടുള്ള ഒരു മോളിക്യൂൾസാണ് കാണുന്നത്. എന്താണ്? അണ്ടർസ്റ്റാൻഡിങ് ലവ്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് ലവ്. അല്ലെങ്കിൽ ഈശോ അണ്ടർസ്റ്റാൻഡിങ് ലവിൻ്റെ ആളാണ്. അവർ ഗോതമ്പ് തിരുമ്മി തിന്നപ്പോൾ നാട്ടുകാർ വന്ന് ഈശോയുടെ കഴുത്തെ കയറിയപ്പോൾ ഈശോ പറഞ്ഞ് അത് കഥയൊന്നുമില്ല. ദാവീദ് അനുചരന്മാരുമൊക്കെ വിശന്നപ്പോൾ മനുഷ്യൻ പല കാര്യങ്ങൾ ചെയ്യും, അതൊന്നും പാപത്തിൽ കൂട്ടണ്ടെന്ന് പറഞ്ഞു. എന്തൊരു വർത്തമാനമാണ് പറഞ്ഞത്. വിശക്കുമ്പോഴേ മനുഷ്യൻ പല കാര്യങ്ങളും ചെയ്യും, അതൊന്നും പാപത്തിൻ്റെ പട്ടികപ്പെടുത്തേണ്ടെന്ന്. എന്നിട്ട് പിന്നെ ഈശോ എന്നോട് പറഞ്ഞത് ആന്തരിക സൗഖ്യം ആണ് അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഏറ്റവും വലിയ സൗഖ്യം എന്ന് പറയുന്നത്. ഇപ്പോൾ അണ്ടർസ്റ്റാൻഡിങ്, ആന്തരിക സൗഖ്യം വന്നതിന് ശേഷമാണല്ല ആൾക്കാർക്ക് അണ്ടർസ്റ്റാൻഡിങ് കൂടിയത്. നിങ്ങൾക്ക് ആന്തരിക സൗഖ്യം എന്താണെന്ന് അറിയാവുന്ന അറിയത്തില്ല. ആന്തരിക സൗഖ്യ കാലത്താണ് ഇപ്പോൾ ഒരു മനുഷ്യൻ, അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഉദ്ദേശം എന്താണ്? വിശുദ്ധീകരിക്കുകയാണ്. അത് ചിലപ്പോൾ എന്തു ചെയ്യും? നിൻ്റെ ഭർത്താവിനെ അവിശ്വാസിയാക്കും. അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. നിൻ്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, നിൻ്റെ ഭർത്താവ് നിൻ്റെ ഒരു രീതി അനുസരിച്ചിട്ട് പെരുമാറുന്നില്ല, നിൻ്റെ താല്പര്യം അനുസരിച്ച് പെരുമാറുന്നില്ല, നിൻ്റെ ഭാര്യ നിനക്ക് അനുസരണ വിധേയമായിട്ട് പെരുമാറുന്നില്ല എന്ന് വെച്ചാൽ ദൈവം എൻ്റെ ഭാര്യ എന്നോട് മര്യാദയ്ക്ക് പെരുമാറണില്ല കർത്താവേ, എന്നോട് അവളോടൊന്ന് മര്യാദയ്ക്ക് നേരെയാകാൻ പറയാൻ പറഞ്ഞാൽ കർത്താവ് എൻ്റെ ഒരു കേൾവിയുടെ രീതി വേറെയാണ്. പണ്ട് എന്താ പറഞ്ഞത്? അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു, അവിശ്വാസിയായ ഭാര്യ ഭർത്താവ് മുഖേന വിശുദ്ധീകരിക്കപ്പെടുന്നു. അപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾക്ക് ഇരയായിട്ടുള്ള ആൾ കള്ളുകുടിയനാണ്, ആൾ വള്ളിയിൽ പോകണില്ല, കുടുംബപ്രാർത്ഥന നോക്കണില്ല, എന്നെ തല്ലുകയാണെന്നൊക്കെ പറഞ്ഞാൽ കർത്താവ് എന്താ പറയുന്നറിയാവോ? അവനൊന്ന് മനസാന്തപ്പെടുത്താൻ പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് ആ പ്രാർത്ഥന കേൾക്കത്തില്ല. കാരണം എന്താ കാര്യം? കർത്താവിൻ്റെ ലക്ഷ്യം നിൻ്റെ വിശുദ്ധീകരണമാണ്. പിടികിട്ടിയ? ഇനിയെങ്കിലും ഓർക്കണം, നിൻ്റെ വിശുദ്ധീകരണമാണ്. അവൻ ദൈവം ട്രാൻസ്പോർട്ട് ചെയ്യണത് അവനിവിടെ കള്ളുകുടിയാനല്ലാത്തതായിട്ട് മാറിയാൽ നിനക്കെന്താ പറ്റണത്? ഒരു സാരിയ കമ്മല കൂടുതൽ മേടിക്കുക, അത്രേ ഉള്ളൂ. അതിട്ടുകൊണ്ട് ഇത്ര നാൾ നീ നടക്കും. അവൻ നീ ചാകണവരെ നടക്കും, അല്ലേ?
ആദ്യം നിങ്ങൾക്കറിയാം, ഞങ്ങളൊക്കെ മരിക്കണ എത്ര മരിപ്പെടുത്തിയുള്ള ആളാണ് ഞാൻ. അതല്ല, എന്തുമാത്രം 1700ഓളം മരിപ്പെന്ന് ഞാൻ എപ്പോഴും പറയും. പക്ഷെ ഞാനൊരു 2000-ഓളം ആൾക്കാർക്ക് ഈ കുർബാന കൊടുത്തിട്ടുണ്ട്, കൊടുക്കത്തത് അവസാനം മരിക്കാൻ നേരത്ത്. നമ്മൾ ഇന്ന് കുർബാന കൊടുക്കുന്ന ആളിന് നാളെയും വിളിച്ചുകൊണ്ട് കുർബാന കൊടുക്കും. പക്ഷെ നമ്മളുണ്ട് ഇന്ന് കുർബാന കൊടുത്ത ആളിൻ്റെ കഴുത്തേലും കാലിലും കമ്മലും മാലയും ഉണ്ടാവും. നാളെ കുർബാന കൊടുക്കാൻ ചെല്ലുമ്പോൾ കാണാനില്ല. മക്കളടിച്ച് മാറ്റിയാടി. ഒറ്റ ദിവസം കൊണ്ട് അവരടിച്ച് മാറ്റി. അവർക്കറിയാം അമ്മ ചാവുമെന്നറിയാം. ഇത്രയേ ഉള്ളൂ മക്കളെ, കെട്ടിപ്പിടിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഒറ്റ ദിവസം കൊണ്ട് അവളാടിയൊക്കെ എല്ലാം മാലയും കമ്മലൊക്കെ അടിച്ചു മാറ്റിയില്ലേ? ഇത്രയേ ഉള്ളൂ കാര്യം. മൂത്തവളടിക്കുമോ എന്ന് ഇളയവൾക്ക് സംശയം, ഇളയവളടിക്കുമോ എന്ന് അവൾ നടുവത്ത് സംശയം. ഇനി അവർ തപ്പി നോക്കി അരഞ്ഞമ്മ എല്ലാം കാലിലും കഴുത്തിലും മറിക്കഴിയുമ്പോൾ പിന്നെ അരഞ്ഞാണ് തപ്പി ഉടുകുടിയും കൊണ്ടുപോകും. ഇതല്ലേ സംഭവം. ഇത്രയേ ഉള്ളു സംഭവം. നിൻ്റെ ഭർത്താവ് വെള്ളം അടിക്കാതിരുന്ന നിനക്കൊരു കമ്മല മാല കൂടുതൽ മേടിക്കാം. എത്ര നാളെ ഇടാൻ പറ്റും? ഈശോ മരിയ ഔസേപ്പത്തിന് വിളിക്കണമെമ്പോൾ തന്നെ നമ്മുടെ കമ്മലും കൊണ്ട് മക്കൾ പോയി. ഇപ്പോൾ വരാമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ കാണത്തില്ല, അടക്കത്തിനെ വരത്തുള്ളൂ പാർട്ടി. ഇത്രയേ ഉള്ളു ജീവിതം. ദൈവത്തെ മുറുകെ പിടിക്കണം. ഇതിലൊന്നൊരു കഥയുമില്ല. നിങ്ങൾ ദൈവം എങ്ങനെ കാണുന്നത്? ദൈവം നോക്കണം. മാർത്ത പറഞ്ഞ് അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞാൽ എന്ത് മാർത്ത നീ പോയി സഹായിക്കാൻ പറഞ്ഞാൽ പറയത്തില്ല. ദൈവത്തിനൊരു കുഴപ്പമുണ്ടോ വെച്ച് കഴിഞ്ഞാൽ നാം പറയുന്നവൻ്റെ അപ്പുറമല്ല പ്രാർത്ഥനയല്ല കേൾക്കണത്, പറയാത്തവൻ്റെ പ്രാർത്ഥന കേൾക്കണത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? മാർത്ത ഈശോയോട് പറഞ്ഞ് മറിയം നിൻ്റെ കൂടെ തന്നെ ഇരുന്ന് വായിക്കണം കണ്ടില്ലേ, അവളോട് വന്ന് എന്നെ സഹായിക്കാൻ പറ. അപ്പോൾ ഈശോ മറിയത്തിനോടെല്ലാം ഒന്നും പറഞ്ഞില്ല. നീ പോയി സഹായിക്കാൻ പറഞ്ഞില്ല. എന്ത് പറഞ്ഞ്? മാർത്ത നീ ചെയ്യാനുള്ള ജോലി പെട്ടെന്ന് ചമ്മന്തി അരച്ചിട്ട് മര്യാദക്ക് വന്ന് ഇവിടെ വന്ന് കൂടെ ഇരുന്ന് അവൾ ചെയ്യണ പോലെ ചെയ്യാൻ പറഞ്ഞു. പണിയായില്ല, വല്ല പണിയാണ്. പ്രാർത്ഥിക്കുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ പണിയാവും. കാര്യം എന്താണ്? ദൈവത്തോടാണ് നീ പ്രാർത്ഥിക്കണത്, മനുഷ്യനോടല്ല. അത് തന്നെയാണ് പറയണത്. ഭർത്താവ് വെള്ളമടിക്കാനാണ്, തോന്നിയവാസിയാണ്, വേറെ പെണ്ണുങ്ങളെ തോണ്ടണവരാണെന്ന് പറയുമ്പോൾ നിന്നോട് പറയുന്നത് എന്താണ്? അവൻ്റെ തോടലൊക്കെ ഉണ്ട്, അതെനിക്കറിയാം. നീ എന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ട കാര്യമില്ല. നീ കണ്ണാണ് മുമ്പ് ഞാൻ കണ്ട, നീ ഇപ്പോഴല്ലേ കണ്ടുപിടിച്ചോ, ഞാൻ നേരത്തെ കണ്ടുപിടിച്ചാന്ന് പറയാം. അത് ശരിയല്ലേ സംഭവം? പക്ഷേ അവൻ്റെ അവിശ്വസ്തയുടെ കൂടെ നീ വിശ്വസ്തയോട് ജീവിക്കണത് നിൻ്റെ കൂദാശയോട് നീ കാണിക്കുന്ന ആത്മാർത്ഥതയാണ്. കൈയടിച്ച് കർത്താവിനോട് അപ്പോൾ വാഗ്ദാനം പ്രാപിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്താണ്? സംശയം, വ്യഗ്രത മാറ്റുക. അതിനുള്ള നടപടിക്രമം എന്താണ്? ജോഷുവ മോസസ് വിട്ടുപോകുന്നാലും കൂടാരം വിട്ടുപോകാതെ ആരെപ്പോലെ നിൽക്കണം? അന്നയെപ്പോലെ നിൽക്കണം. അന്ന എന്താ ചെയ്തത്? പിന്നെ ഒരു കാര്യമുണ്ട്, കൂടാരത്തിൽ തന്നെ വസിച്ചതുകൊണ്ട് നിങ്ങൾ ഭൂമി മുഴുവൻ വെട്ടിപ്പിടിക്കാതെ നോക്കണ്ട. അങ്ങനെ പിന്നെ മിണ്ടാമഠത്തിലിരിക്കുന്ന ആൾക്കാർക്ക്, സഭയിൽ കന്യാസിമാർക്ക് വേറെ പണിയൊന്നും വേണ്ടല്ലോ, മിണ്ടാമഠത്തിൽ പോയി ചേർന്നാൽ മതിയില്ല. ഇത് കഴിഞ്ഞിട്ടൊരു പണിയുണ്ട്, അത് വായിച്ചാൽ മോളെ. ലൂക്ക 2:38. കൂടാരത്തിൽ തന്നെ വസിച്ച അന്ന പിന്നെ എന്താ ചെയ്തതെന്ന് നോക്ക്. അവൾ അപ്പോൾ തന്നെ മുമ്പോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. അതാണ് ഈ കൃപാസനം പത്രം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യണത്. മനസ്സിലായ? ഉപവാസം കൊണ്ട് പ്രാർത്ഥനയുണ്ട്, വചനാധ്യക്ഷ ജീവിതമുണ്ട്, പ്രേക്ഷിത പ്രവർത്തനമുണ്ട്. അന്ന കർത്താവിൻ്റെ കൂടെ വസിച്ചു, വചനം കേട്ടു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവം പറയും ഫോർ വാട്ട്, എന്തിനു വേണ്ടി ചെയ്തു എന്ന് ചോദിച്ചാൽ പറയണം. എന്തിനാണ്? അത്രയും ബലം അവൾ പ്രാപിച്ചു. തിരിച്ചു വന്നിട്ട് ജെറുസലേമിൽ കർത്താവിൻ്റെ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും, ആരോട് പറഞ്ഞു? എല്ലാ ജനങ്ങളോടുമാണ്. എല്ലാവരോടും യേശുവിനെക്കുറിച്ച് പറഞ്ഞു. സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ ഉപവസിക്കേണ്ടത്. സുവിശേഷം കൈമാറാൻ വേണ്ടിയാണ് നീ പ്രാർത്ഥിക്കേണ്ടത്. ഇപ്പോൾ 8 നോയമ്പ് വരികയാണ്, എല്ലാവരും ഭയങ്കര പ്രാർത്ഥനയാണ്. 8 നോയമ്പിന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകണം അല്ലേ?
എല്ലാത്തിൻ്റെയും വിഷയം എന്താണ്? മകളെ കെട്ടിക്കണേ, വിസ വരണമേ, മകൾ പ്രസവിക്കണമേ, വീട് വെക്കണമേ, സ്ഥലം മേടിക്കണേ, ഓലക്കപ്പിണ്ണാക്ക്. തീർന്നില്ലേ? പിശാച് ദൈവത്തിൻ്റെ എല്ലാ പദ്ധതികളും അട്ടിമറിച്ചിരിക്കുന്നു. വയറ്റിപ്പഴപ്പ് മാത്രമായി ആധ്യാത്മികത അധപ്പതിച്ചിരിക്കുന്നു. തീർന്നില്ലേ? ഇതല്ല വിഷയം. എന്തിനാണ് ആത്മബലം പ്രാപിക്കണം? എന്തിനാണ് ആത്മബലം പ്രാപിക്കണത്? കർത്താവിനെ കൈമാറാൻ. ആരെ കണ്ടാലും നിന്റെ ആത്മാവിൽ അഭിഷേകം ഉണ്ടാകണം. എന്താണ്? എൻ്റെ കർത്താവ് കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തത് നിനക്ക് വേണ്ടി കൂടിയാണ്. നിന്നെ കൂടി വീണ്ടെടുത്തവനാണ് അവൻ നിനക്ക് വേണ്ടി വില കൊടുത്തിരിക്കുന്നു. അവനെ വിശ്വസിച്ചുകൊണ്ട് നീ യേശുവിൻ്റെ നിത്യരക്ഷ പ്രാപിക്കുക. കൈ അടിച്ച് കർത്താവ് ഞങ്ങളെയും ഒരു മരിയൻ പോരാളികളാക്കി മാറ്റണമേ. സുവിശേഷം കൈമാറുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ. ഹല്ലേലൂയ. പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ലാരും പാടി വാഴ്ത്തുന്നില്ലാരും. പ്രിയനേ സ്നേഹം ഓർക്കുന്നില്ലാരും സന്തോഷത്തോടെ എല്ലാവരും പാടി വാഴ്ത്തുന്നില്ലാരും. പ്രിയരേ സ്നേഹമോർക്കുന്നില്ലാരും പാടി വാഴ്ത്തുന്നില്ലാരും. പ്രിയരേ സ്നേഹമോർക്കുന്നില്ലാരും. ഞങ്ങളുടെ അവകാശം ഓഹരിമാകുന്ന മക്കളുടെ തളിക്കണമേ. മാറുക രോഗങ്ങള്, നിരവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. നല്ല അഭിഷേകത്തിന് സമയമാണ്. ഇതേ പാട്ട് തന്നെ നമ്മൾ വീണ്ടും പാടുമ്പോഴൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. ശ്രദ്ധിക്കുമ്പോഴൊക്കെ എൻ്റെ മക്കളെ അടിപ്പട പോലെ പൈതാക്കള ദൈവികമായ കരുത്ത്, കൃപ, അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ, വിശുദ്ധന്മാരുടെ നിത്യമധ്യസ്ഥതയിൽ
നമ്മളിലേക്ക് ആവശിച്ചുകൊണ്ട് ദൈവം നമ്മളിൽ അംഗീകാരം മുദ്ര ചാർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ നാമത്തിൽ ഉടമ്പടിയെ സ്വീകരിക്കുന്ന വലിയ തീജ്വാലകൾ അഭിഷേകമായി ലഭിക്കാൻ, അതിലൂടെ നമ്മൾ സൗഖ്യപ്പെടാൻ വേണ്ടി സൗഖ്യം ഇല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. ശരീരത്തിൽ സൗഖ്യമില്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നിങ്ങളുടെ കൈകൾ വെച്ചുകൊണ്ട് അതിശക്തമായി സ്തുതിക്കട്ടെ. നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാർഗരോഗങ്ങള്, തിരവേദികള് ദൈവനാമത്തില് മാറിപ്പോകട്ടെ. കിഡ്നി രോഗങ്ങള്, കരരോഗങ്ങള്, ഹൃദയരോഗങ്ങള്, ക്യാൻസർ രോഗങ്ങള് കർത്താവേ നിന്റെ ഉൾക്കടന്നു നോക്കുന്ന വിശുദ്ധമായ രക്തത്താൽ ഓരോ മക്കളുടെയും അടിമുടി കർത്താവേ കഴുകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തില് മാർഗരോഗങ്ങള് മാറിപ്പോകട്ടെ, ശുദ്ധിക്കട്ടെ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. അങ്ങനെ മക്കളെ, നമ്മളിപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന വിഷയങ്ങൾ, ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കള് ഒത്തിരി വിഷയം, വീട്, ജോലി, വിവാഹം, വിദ്യാഭ്യാസം, കുടുംബ ഭദ്രത, അങ്ങനെ മറ്റ് വ്യത്യസ്തമായ മേഖലകളിലെ വെച്ചിരിക്കുന്ന വിഷയങ്ങളെ നിങ്ങളെ മനസ്സിൽ ഓർത്ത് ജീവിത പ്രശ്നങ്ങളുണ്ടാവും, സാങ്കേതിക കുരുക്കുകൾ, ജയിലകപ്പെട്ടവര്, വിദേശത്തുനിന്ന് ഫോൺ പോലും എടുക്കാതിരിക്കാത്തവർ, വിളിക്കാത്തവരുണ്ട്, വരാത്തവരുണ്ട്, കാണാത്തവരുണ്ട്, പുറപ്പെട്ടു പോയവരുണ്ട്, നഷ്ടപ്പെട്ടു പോയ സാധനങ്ങളുണ്ട്, വസ്തുക്കളുണ്ട്, കിട്ടാത്ത കടങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലാം സങ്കടങ്ങളാണ്, ഭയങ്ങൾ. അധ്വാനിക്കുന്നവനെ, ഭാരം വഹിക്കുന്നവനെ എൻ്റെ അടുക്ക് വരാൻ യേശു മാത്രമേ മനുഷ്യരാശിയോട് പറഞ്ഞിട്ടുള്ളെങ്കിൽ നിന്റെ വിഷയങ്ങളുടെ മേൽ ദൈവം തീരുമാനമുണ്ടാക്കാൻ പോകുന്നു. ശ്രദ്ധിക്കട്ടെ. പാടിക്കൊള്ളുക, ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. The duty to Catholic Church. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. The grace and peace. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. പാടി വാഴ്ത്തുന്നെല്ലാരും പ്രിയരേ സ്നേഹം ഓർക്കുന്നെല്ലാരും. അറിയിപ്പുകൾക്ക് മുമ്പ് എൻ്റെ മക്കള് മനസ്സിലെ ദിവ്യകൃപ ആരാധന കഴിഞ്ഞു നിൽക്കുന്ന സമയമാണ്. മനസ്സിലെ അച്ഛൻ വിട്ടുപോയ വിഷയങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ഈ ആഴ്ചയിൽ നടക്കേണ്ട കാര്യങ്ങൾ, നടക്കേണ്ട നിയോഗങ്ങൾ, ഒരു കഴിവില്ലാതെ നിങ്ങൾ പെട്ടിരിക്കുന്ന അവസ്ഥകൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ ഇപ്പം തന്നെ മൗനമായി പ്രാർത്ഥിച്ച് കണ്ണീരോടെ സമർപ്പിക്കുക.